വെറും 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അർബൻ ക്രൂസർ പ്രീമിയം, ഏറ്റവും ടോപ്പ് എൻഡ്, ലോ കിലോമീറ്റർ വാഹനം, സിംഗിൾ ഓൺഷിപ്പ് കിടക്കണം. അതെ അതെ. നിങ്ങളുടെ 2 ഇയർ വാറണ്ടി എല്ലാം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RSA എല്ലാം കിട്ടുന്നുണ്ട്. ഒരു ബ്രസ നോക്കി നടക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണിത്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പാണ്. ജെനുവിൻ സർവീസുള്ള വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വാറണ്ടി നിങ്ങൾ എത്ര വരെ കൊടുക്കേണ്ടി? 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജെനുവിൻ സർവീസ് പ്രോപ്പർ ആണ്. ഓക്കെ, 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി. അപ്പോൾ SUV സെഗ്മെന്റിൽ, കോമ്പാക്ട് SUV-ൽ ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. 18 റേഞ്ച്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കോഴിക്കോടുള്ള ഇറാം മോട്ടോഴ്സിന്റെ കാർ ആൻഡ് ബൈക്കിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അതെ, സ്വാഗതം. എന്താ പേരെന്താ? ജിഷ്ണു. ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ. എന്താ പുതിയ സ്റ്റോക്കിനെ പറ്റി എന്താ? എല്ലാ സെഗ്മെന്റും ഉണ്ടോ? ഇപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോണ്ട, മാരുതി, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ സെഡാനായിട്ടും ഹാച്ച് ബാക്ക് സൈസൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. എന്തായാലും കാർ ആൻഡ് ബൈക്കിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 2 വർഷത്തെ വാറണ്ടി, RSA എല്ലാം ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് അടുത്ത് ഫറൂഖ് ചുങ്കം അല്ലേ? അതെ. ഫറൂഖ് ചുങ്കത്താണ്. ഇറാം മോട്ടോഴ്സിന്റെ മെയിൻ ഷോറൂമിന്റെ സൈഡിൽ തന്നെയാണ് കാർ ആൻഡ് ബൈക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാം. ലോൺ ഫെസിലിറ്റി ഒക്കെ എല്ലാ വണ്ടിക്കും കൊടുക്കുന്നുണ്ട്. 90-95% നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യ വാഹനം KL 65 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 ZI+ വരുന്നത്, സെക്കൻഡ് ഓണറിൽ വരുന്നു. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 96,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ സർവീസ് അല്ല? ഓക്കെ, ജെനുവിൻ സർവീസുള്ള വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി നിങ്ങൾ എത്ര വരെ കൊടുക്കേണ്ടി? 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു വർഷത്തിന്റെ പഴക്കം കൊണ്ടാണ് 1 ഇയർ ആയത്. എന്തായാലും സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ്. വേറെ ക്ലെയിമും കാര്യം ഒന്നും തന്നെ ഇല്ല. 18-20 റേഞ്ച് ഏകദേശം മൈലേജും കിട്ടും. മെയിൻ്റനൻസ് മാരുതിയിൽ അറിയാലോ, പൊതുവെ കുറവാണ്. അതെ. അപ്പോൾ എത്രയൊക്കെ കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് 5.75 നമുക്ക് കൊടുക്കാം. 5.75 നമ്മൾ ചോദിക്കുന്നത്, മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 5.75 ആസ്കിംഗ് ആണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഒരു 5 lakhs വരെ ലോണും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ട്. വീണ്ടും മാരുതി സുസുക്കി തന്നെയാണ്. വാഗണർ. മാരുതി സുസുക്കി മാത്രമാണോ? അല്ല, എല്ലാ വണ്ടിയും ഉണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് കുറച്ച് കൂടുതലായിട്ട് വേറെ യാർഡിലേക്ക് മാറ്റിയിട്ടൊക്കെ വണ്ടികൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 ZXi ആണ്. ഇതും ഫുൾ ഓപ്ഷൻ വേരിയന്റിലാണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ പെട്രോളിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് 5.4 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഇതും ആസ്കിംഗ് പ്രൈസ് ആണ്. ഓട്ടം എത്രയാ? എങ്ങനെ? ഓട്ടം 44,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പാ? അതെ, സിംഗിൾ ഓണർ. ഫുൾ കമ്പനി സർവീസ് അല്ലാണ്ട്? ഫുൾ കമ്പനി സർവീസ്. വാറണ്ടിന്റെ 2 കൊല്ലത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഇയർ വാറണ്ടിയിൽ 5,25,000 5,25,000 രൂപ ചോദ്യമാണ്. 2019 ZXi വാഹനമാണ്. വേറെ ക്ലെയിമും കാര്യം ഒന്നും തന്നെ ഇല്ല. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. അതെ, ഒന്നും ചെയ്യാനില്ല. എടുക്കുന്ന വാറണ്ടി ഒരു 14-17 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുത്ത് കൊണ്ടുപോകാനേ ഉണ്ടാവുള്ളൂ. വേറെ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ സാറിന് കൊടുക്കുമ്പോൾ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കാറ്? എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് നോക്കിയാൽ. ഓക്കെ, അടുത്തത് ടാറ്റയുടെ ടിയാഗോ ആണ്. KL 11 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏറ്റവും ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 XZ ആണ് വരുന്നത്. XZ അല്ല? അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അന്ന് പ്ലസ് ഇല്ല 16. ഓക്കെ, 51,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ക ജെനുവിൻ കിലോമീറ്റർ ആയി. അതെ. ഓക്കെ, ലോ കിലോമീറ്റർ 51,000. 6 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9 വർഷത്തോളമായി അല്ലേ? വെറും അത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ടിയാഗോ അന്നത്തെ. ഇത് എത്ര കൊടുക്കാം നമുക്ക് 2016? ഇത് ലോ ബഡ്ജറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. 3,10,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 3.10 ഇത്രയോ ലോ കിലോമീറ്റർ ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 3,10,000 രൂപയ്ക്ക് ഒരു ടിയാഗോ. ഇതിന് നിങ്ങൾ 1 ഇയർ വാറണ്ടി കിട്ടും? 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വർഷത്തിന്റെ കുറവുകൊണ്ടാണ് 1 ഇയർ. ഓക്കെ, വേറെ പ്രശ്നമൊന്നും കൊണ്ടല്ല. ഫുൾ ലോൺ കിട്ടുമോ ഇതിന്? ഫുൾ ലോൺ നമുക്ക് കിട്ടില്ല. നമുക്ക് ഞാൻ പറഞ്ഞ 2.25 വരെ ഒരു 2.60-2.5 റേഞ്ചിൽ നമുക്ക് എന്തായാലും കിട്ടും. ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലൂടെ. അടുത്തത് കോമ്പാക്ട് SUV ആണ്. ടൊയോട്ടയുടെ അർബൻ ക്രൂസർ KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ, കോഴിക്കോട്. അതെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് അർബൻ ക്രൂസർ പ്രീമിയം നമ്മൾ ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ് വരുന്നത്. ഓക്കെ,
സിംഗിൾ ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ. ഏതാ മോഡല്? 2017 മോഡൽ. 17 വെറും 38,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അർബൻ ക്രൂസർ പ്രീമിയം, ഏറ്റവും ടോപ്പ് എൻഡ്, ലോ കിലോമീറ്റർ വാഹനം, സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം. അതെ അതെ. നിങ്ങളുടെ 2 ഇയർ വാറണ്ടി വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RSA എല്ലാം കിട്ടുന്നുണ്ട്. ഒരു ബ്രസ നോക്കി നടക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണിത്. സെയിം ആണ്. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ. ലോ കിലോമീറ്റർ വണ്ടി എത്ര കൊടുക്കാം നമുക്കിത്? 8,40 നമ്മൾ ചോദിക്കുന്നത്. പെട്രോൾ അല്ല? അതെ അതെ. 8,40,000. 2017 വെറും 38,000 ഓടിയ പ്രീമിയം ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഒരു 7.5 ലോൺ കയറും? കിട്ടും കിട്ടും. 7.5 മേലോട്ട് നോക്കാൻ പറ്റും. പെട്രോളാണ്. മൈലേജ് ഒരു 11 to 13, 14 ആ റേഞ്ചിൽ നോക്കാം. മാരുതി സുസുക്കി വിറ്റാര ബ്രസ KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ തന്നെ. ഒരു SUV സെഗ്മെന്റ് വന്നു. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് ബ്രസ VDI സെക്കൻഡ് ഓണറാണ് വരുന്നത്. മോഡൽ ഏതാ കൊല്ലം? 2016 മോഡൽ. 16 VDI സെക്കൻഡ് ഓണർഷിപ്പ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസൽ വാഹനം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരില്ല. അഡീഷണൽ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല ചെയ്തിട്ടൊന്നുമില്ല. ഓട്ടോ എത്ര പോയത്? 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ജെനുവിൻ സർവീസ് പ്രോപ്പർ ആണ്. ഓക്കെ. 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി. അപ്പോൾ SUV സെഗ്മെന്റിൽ, കോമ്പാക്ട് SUVയിൽ ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. 18 റേഞ്ച്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. എത്ര ഇപ്പോൾ? ഇതിപ്പോൾ 6,400 നമ്മൾ ചോദിക്കുന്നത്. 2016 VDI സെക്കൻഡ് ഓണർഷിപ്പ്, 96,000 കിലോമീറ്റർ, 6,25,000 രൂപയ്ക്ക് ഈ ഒരു ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു 5-5 ലക്ഷമൊക്കെ ലോൺ കയറുമോ? നമുക്ക് 5 ലക്ഷം രൂപ, 5-5.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കയറും. 5.25 വരെ ചെയ്യാനും പറ്റും. ഓക്കെ. വേറെ ഒരു പണിയുമില്ല കേട്ടോ? ഇല്ല. മേജർ സർവീസ് ചെയ്തിട്ടില്ലല്ലോ? ആയിട്ടില്ല. ഇല്ല. ഓക്കെ. ഇതാ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ടാറ്റ നെക്സോണിന്റെ ഫസ്റ്റ് ഷേപ്പ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 നെക്സോൺ XZ+ ആണ് വരുന്നത്. XZ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അന്നത്തെ അല്ല, ഇന്നത്തെ മാനുവൽ ആണ്. XZ+. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. കിലോമീറ്റർ എത്രയായി? ഇത് 38,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോളാണ്? അതെ, പെട്രോളാണ്. 38,000 ലോ കിലോമീറ്റർ ആണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. 2 ഇയർ വാറണ്ടി നിങ്ങൾ കൊടുക്കും? 2 ഇയർ വാറണ്ടി. ഓക്കെ. മൈലേജ് ഒരു 11 to 15 ആ റേഞ്ചിൽ നോക്കിയാൽ മതി. ഏകദേശം മൈലേജ് കിട്ടുള്ളൂ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 6,40 ചോദ്യം വരുന്നത്. 18 ലോ കിലോമീറ്റർ ആണ് വണ്ടി. 6,40,000. ഏറ്റവും ഫുൾ ഓപ്ഷൻ XZ+ മാനുവൽ വാഹനമാണ്. ഒരു 5-5.5 ലോൺ വരില്ലേ? കിട്ടും. ഓക്കെ. വേറെ വർക്കൊന്നുമില്ല അല്ലേ? വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്തത് ഒരു അടിപൊളി പോളോ GT ആണ്. നമ്മൾ നേരത്തെ സിയാസിനെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഒരു അട്രാക്റ്റീവ് കളറാണ്. ബ്ലൂവിൽ എന്തോ ഒരു ബ്ലൂ അല്ലേ? എന്ത് ബ്ലൂ എന്നറിയൂടാ. ഓക്കെ. KL23 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് വരുന്നത്? പോളോ GT TSI ആണ് വരുന്നത്. 2021 മോഡൽ സെക്കൻഡ് ഓണറിൽ 29,000 കുറഞ്ഞ കിലോമീറ്റർ ഓടിയ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ 29,000 മാത്രം ഓടിയ 2021 മോഡൽ GT ആണ്. അതെ. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ വാൾവട്രോണിക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വണ്ടിയാണ്. ഓക്കെ. അതെ. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ എന്തെങ്കിലും? നിങ്ങളുടെ വാറണ്ടി എന്തായാലും ഉണ്ടല്ലേ? 2 വർഷത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് 2 ഇയർ വാറണ്ടി. നേരത്തെ പറഞ്ഞ സിയാസിന് എല്ലാം കിട്ടുമേ? ഞാൻ ചോദിക്കാൻ വിട്ടുമായിരുന്നു. ഓക്കെ. വേറെ ഒരു ക്ലെയിമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ്. അതെ. ഓക്കെ. 2021 27,000 കിലോമീറ്റർ മാത്രം ഓടിയ GT ആണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 10,30,000 രൂപ വരും. 10-30. ഓക്കെ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോൺ എത്ര കയറും? ലോണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ 90% എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു നല്ല GT നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി കളറുമാണ്. പെട്ടെന്ന് എടുത്തോളൂ. വീണ്ടും ഒരു സിയാസ് ആണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. അലോയ്സ് ഒക്കെ ഉണ്ട്. ഫുള്ളല്ലേ? നമ്മൾ 2018 ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. S എന്നാണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. സിയാസ് S ലിമിറ്റഡ് എഡിഷൻ ആണ്. അതെ. ഇത് ഫുൾ ഓപ്ഷൻ പോലെ തന്നെ ഫുൾ ഓപ്ഷന്റെ മുകളിൽ വരുന്ന വണ്ടിയാണെന്നാണ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞത്. ഓക്കെ. അന്ന് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറക്കിയാണ്. ഫുള്ളിന്റെ മേലെ തന്നെ വരുന്നത്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. വണ്ടി സ്റ്റൈലിഷ് വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ വരുന്നത് 56,000 കിലോമീറ്റർ ഓടി വണ്ടി വരുന്നത്. 56,000 2018. ഡീസലോ പെട്രോളോ? ഇത് പെട്രോളാണ് വരുന്നത്. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. പെട്രോൾ മാനുവൽ ആണ്. 2018 56,000. വലിയ റോട്ടൊന്നും പോയിട്ടില്ല. ഓണർഷിപ്പ് എത്രയുള്ള? ഇത് സെക്കൻഡ് ഓണറിലാണ് വരുന്നത്. ഓക്കെ. വേറെ ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഇല്ല. എത്ര ഇപ്പൊ ഇനി ചോദിക്കുന്നത് ഇവിടെ? ഇത് 6,80,000 രൂപ. 6,80,000 18 56,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്.
സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ലോൺ എത്ര കയറുമില്ല? ലോണ് 90% എന്തായാലും കയറും, കിട്ടും. അതെ. ഓക്കെ, അടുത്ത മാരുതി സുസുക്കിയുടെ ഒരു 6 സീറ്റർ വാഹനമാണ്. XL6 KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ. എർട്ടിഗയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വന്ന വാഹനം അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് വരുന്നത് 2019 മോഡല്. ആൽഫ ഓട്ടോമാറ്റിക്കിലാണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷനാണ്, അതും ഓട്ടോമാറ്റിക്. 2019 പെട്രോൾ വണ്ടി അല്ലേ? അതെ. ഓക്കെ, പിന്നെ വരുന്ന 3rd ഓണറിലാണ് നമ്മളെ വണ്ടി വരുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9.25 റേറ്റ് വരുന്നത്. കിലോമീറ്റർ എത്രയും? ഇത് 55,000 ഓടിയിട്ടുള്ളൂ. 55,000 ഫുൾ സർവീസ് ഉണ്ട്. അതെ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ചോദിച്ചത് എത്രയാ? 9.25 റേറ്റ്. 9,75,000. 2019 വണ്ടിയാണ്. ആൽഫ ഓട്ടോമാറ്റിക് XL6 ആണ്. 3rd ഓണർ ആയി അല്ലേ? അതെ, 3rd ഓണർ ആയി. ഓക്കെ, പുറത്തേക്ക് മാറുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ? ലോണിന് കിട്ടാനൊന്നും പ്രയാസമൊന്നുമില്ല? ലോണ് കിട്ടാൻ പ്രയാസമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വാറണ്ടി നമ്മൾ ഇതിൽ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഓണർഷിപ്പ് ആയ വണ്ടിക്ക് നമ്മൾ വാറണ്ടി ഇഷ്യൂ ചെയ്യാറില്ല. എന്തായാലും ചെക്ക് ചെയ്തെടുത്ത വണ്ടിയല്ലേ? അതെ. എല്ലാം നമ്മളെ എല്ലാ ചെക്കിംഗ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത വണ്ടികളാണ്. യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 8-8.5 ലോൺ കയറും. എങ്ങനെ? 8-8 ലക്ഷം ലോൺ ചാൻസ്? 8 എന്തായാലും കയറും. ഓക്കെ, അങ്ങനെ മാരുതി വിട്ട് നമ്മൾ ഹോണ്ടയിലേക്ക് എത്തിയിരിക്കുന്നു. KL11 രജിസ്ട്രേഷനുള്ള ഹോണ്ട സിറ്റി ആണ് അടുത്ത വണ്ടി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ഡോക്ടർ യൂസ് വണ്ടിയാണ്. എങ്ങനെ? ഡോക്ടർ യൂസ് വണ്ടിയാണ്. അത് പോയി, അതിപ്പോ ഇല്ല. ഡോക്ടർ യൂസ് ഇപ്പൊ ഇല്ല. അതൊന്നും നോക്കണ്ട, ഡോക്ടർ യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത്. 2016 അല്ല, 11 മോഡൽ. 11 മോഡൽ. അതെ. പെട്രോൾ ആണ് വരുന്നത്. 2011 ഹോണ്ട P വേരിയന്റ് ആണ് വരുന്നത്. ഫുള്ളിന്റെ തൊട്ടതാണ് അല്ല? അതെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, കംപ്ലൈന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ആണ്. പുറകിൽ ഒരു 75 ആ ഒരു റേഞ്ചിൽ. അതെ. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല. 2011 വി ഓപ്ഷൻ പെട്രോൾ മാനുവൽ സിറ്റി അല്ല? അതെ. ഒരു 12 to 15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓണറാ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഫുൾ പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടല്ല? നിലവിലെ കണ്ടീഷൻ നോക്കണം. നമുക്ക് കുറച്ച് റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് പൊടി കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ കുറച്ച് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഡെലിവറി സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്തു. അപ്പോൾ ഒരു പെട്രോൾ സെഡാൻ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ നേരത്തെ സിയാസിനെ കൊണ്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു സെഗ്മെന്റ് ആണ്. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 2.65 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 2011 വി ഓപ്ഷൻ പെട്രോൾ മാനുവൽ വാഹനം. ഇത് ഓട്ടോ എത്രയാ? ഇത് 1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.9. അതൊന്നൊരു വിഷയമല്ല, സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സർവീസ് പോയിക്കേണ്ട ഒരു വിഷയമല്ല. എന്തായാലും ഇവരെ സർട്ടിഫൈ ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, ലോൺ കയറും ഇതിൽ? ലോണ് 1 ഇയർ നമുക്ക് കിട്ടും. 1 ഇയർ വരെ. 1 ഇയർ 2011 വണ്ടി. ഒരു 1 lakh 1.5 ഒക്കെ കിട്ടുമോ? എങ്ങനെ? ഒരു 1.5 ലക്ഷം വരെയൊക്കെ കിട്ടുമോ? 1 lakh ആ റേഞ്ചിലൊക്കെ കിട്ടും നമുക്ക്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു ബൊലേറോ SUV സെഗ്മെന്റ് ആണ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ZLX ടോപ്പ് എൻഡ് ആണ് വരുന്നത്. 2017 മോഡൽ വരുന്നത്. 2017 ഏറ്റവും ടോപ്പ് എൻഡ് മഹീന്ദ്രയുടെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഓക്കെ, വേറെ SUV-കളുണ്ടോ ഈ ടൈപ്പ്? നമുക്ക് ഒരുപാട് സ്റ്റോക്ക് നമ്മളെ യാർഡിൽ കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ സ്പേസിന്റെ ചെറിയൊരു കുറവുണ്ടായിട്ട് നമ്മൾ യാർഡിലേക്ക് മാറ്റിയിട്ടേക്കുന്ന വണ്ടി. അപ്പോൾ സ്വിഫ്റ്റ് ആയിട്ടായാലും അങ്ങനെ കുറെ വണ്ടികൾ നമ്മൾ ഓൾറെഡി നമ്മുടെ യാർഡിലുണ്ട്. മഹീന്ദ്രയുടെ തന്നെ വണ്ടികളുണ്ടോ? ഉണ്ട്. ബൊലേറോ തന്നെ 2-3 സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതെ. അപ്പോൾ ഇത് 2017 ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതെ. ZLX ആണ്. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തുരുമ്പുണ്ടോ? ഫ്രെയിം തുരുമ്പുകൾ ചെറുതായിട്ട് കാര്യമായിട്ടുള്ള പണി കിട്ടിയില്ല. അത് മൊത്തത്തിൽ എന്റെ ബോഡിക്ക് വരുന്നതാണ്, പണ്ടോട്ടേ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല. ഓട്ടോ എത്ര പോയത്? ഇത് 1,20 ഓടിയിട്ടുണ്ട്. 1,20. സർവീസ് ഉണ്ടോ? അതോ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്? അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വരുന്നത്. ഓക്കെ, എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 6.5 ലക്ഷം ചോദിക്കുന്നത്. 2017 ZLX അല്ല? 6,50,000 ഫുൾ ഓപ്ഷൻ ബൊലേറോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് മാത്രമല്ല വേറെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് ഇവിടെ. മാക്സിമം ലോണോ അറിയില്ല? മാക്സിമം കഴിയാം. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇപ്പൊ പറഞ്ഞ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കൊടുക്കാം, നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് നല്ല അടിപൊളി ടയേഴ്സ് ആണ് തോന്നുന്നു. ബാക്കിൽ എങ്ങനെ കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ട്. ഓക്കെ, അത് ചെയ്താണ്. എന്തായാലും അടിപൊളി ഒരു ബൊലേറോ. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അപ്പോൾ ഇനി വേറെ സ്റ്റോക്കുകളുണ്ട്. ഇത് കാണിച്ചാൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി. 2 year വാറണ്ടി, RS എല്ലാം കിട്ടുന്ന വാഹനങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് തരിക. നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതും കൂടെ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ജിഷ്ണു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.